ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ 2024 ജേണൽ സെറ്റപ്പ് ചെയ്യാൻ പോകുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് അങ്ങനെ ഞാൻ അന്വേഷിച്ച് നടന്നിട്ട് ഇവിടുത്തെ ഷോപ്പിലൊന്നും ഞാൻ വിചാരിച്ച പോലത്തെ ജേണൽ കിട്ടിയില്ല. അപ്പോൾ കൈ കിട്ടിയത് ഇതുപോലത്തെ ഒരു ക്ലാസ്മേറ്റ്സിൻ്റെ ഒരു ഡയറിയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് മതി, നമുക്ക് ജേണലിങ് എന്ന് പറയുമ്പോൾ മെയിനായിട്ടുള്ള അതിൻ്റെ ഉദ്ദേശം ഡെയിലി ബേസിസിൽ നമ്മളുടെ ആ ഒരു ഗ്രാഫ് ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ പിന്നെ ഇതന്നെ എടുത്തു. ഇതിന് 95 റുപ്പീസാണ് വരുന്നത്. പിന്നെ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഫ്രണ്ട് പേജും അതുപോലെ തന്നെ ബാക്കിലും അടിപൊളി പെയിൻറ്റിങ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതൊന്നും കണ്ടില്ല കേട്ടോ, തുറന്നു നോക്കാണ്ട് വാങ്ങിയതാണ്. അതിലും പക്ഷേ ലൈൻ ഉണ്ട്, സിംഗിൾ ലൈൻ ഉണ്ട്. അതായിരുന്നു ഒരു പ്രശ്നം. എന്താ വെച്ചാൽ ഞാൻ അന്വേഷിച്ച് നടന്നിട്ടൊക്കെ ഞാൻ വിചാരിച്ച ടൈപ്പ് ഉണ്ടായിരുന്നു, പക്ഷേ എല്ലാത്തിനും സിംഗിൾ ലൈൻ ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ പിന്നെ വിചാരിച്ചു നമുക്ക് ഇങ്ങനത്തെ ഒന്ന് വാങ്ങാമെന്ന്. പിന്നെ ഞാൻ ഈ ജേർണലിങ്ങിൽ ഒരു ബിഗിനർ കൂടിയാണ്. അപ്പോൾ ഞാൻ ചുമ്മാ ജേർണലിങ് മാത്രമല്ല ഉദ്ദേശിച്ചിട്ടുള്ളത്, അതിൽ തന്നെ പ്ലാനറും അതുപോലെ തന്നെ ഡയറി അങ്ങനെ ഒക്കെ കൂടിയിട്ട് അതിൽ തന്നെ ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് ചെറുതായിട്ട് എൻ്റെ പേര് തന്നെ ഫസ്റ്റ് പേജിൽ എഴുതി വെച്ചു. അപ്പോൾ പിന്നെ അതുപോലെ ഡൂഡ്ലിംഗ് ഒന്നും എനിക്ക് മര്യാദക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ ഞാൻ ഗൂഗിളിലൊക്കെ നോക്കി എനിക്കിഷ്ടപ്പെട്ട ഒരു പിക്ചർ ഞാൻ ഇങ്ങനെ വരച്ചു. അപ്പോൾ രസമില്ല, എനിക്ക് ക്യൂട്ടായിട്ടുണ്ട്. സാധാ സ്കെച്ച് ഒക്കെ ഉപയോഗിച്ചിട്ട് തന്നെയായിട്ട് എൻ്റെ ഇത് വേറെ പ്രത്യേകിച്ച് ജേർണലിങ്ങിന് പറ്റിയ സാധനങ്ങളൊന്നും ഇല്ല. പക്ഷേ എൻ്റെ ഇതിലുള്ള സാധനങ്ങൾ കൊണ്ട് നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഓരോ പേജ് ചെയ്യുമ്പോഴും ഞാൻ അടിയിൽ വേറൊരു ആഫോസ്റ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. വേറെ ഒന്നുമില്ല, ഞാൻ CD മാർക്കൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഇങ്ങനെ അപ്പുറത്തെ പേജിലോട്ട് സ്പ്രെഡ് ആവുമല്ലോ. അപ്പോൾ ഇങ്ങനെ കണ്ടപ്പോൾ ഫസ്റ്റ് പേജിൽ തന്നെ ഇത് കാണുമ്പോൾ എനിക്കെന്തോ ഒരു വൃത്തി ഇല്ലാത്ത പോലെ തോന്നി. അപ്പോൾ പിന്നെ ആ പേജ് മറ്റേ പേജിനോട് കൂടിയിട്ട് ഒന്ന് ഗ്ലൂ ചെയ്ത് വെച്ചു. അപ്പോൾ പിന്നെ അത്യാവശ്യം വൃത്തി തോന്നിക്കുകയും ചെയ്യല്ലോ ഫസ്റ്റ് പേജ് തന്നെ. പിന്നെ കട്ടിയും ഉണ്ട്. പിന്നെ നമ്മൾ അടുത്ത പേജിൽ 2024 എഴുതി. ഞാൻ മനസ്സിൽ വിചാരിച്ച പോലെ സത്യം പറഞ്ഞാൽ മനസ്സിലാകുന്ന പ്രത്യേകിച്ച് ഐഡിയ ഒന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അതെന്താ വെച്ചാൽ നമ്മളിതാ ഇപ്പോൾ എടുക്കുന്ന ഈ സ്റ്റിക്കേഴ്സൊക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കിയതാണ്. സ്റ്റിക്കർ എന്നല്ല എന്ന് വെച്ചാൽ ആ പിക്ചേഴ്സൊക്കെ വരച്ച് അങ്ങനെ സെറ്റാക്കി. അതൊരു വീഡിയോ തന്നെ ഞാൻ അതിന് വേണ്ടിയിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ 2 ദിവസമായിട്ട് ഇതുമ്പോൾ തന്നെ ഇരുന്നിട്ട് അങ്ങനെ പ്രത്യേകിച്ച് ഐഡിയാസൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ഈ സംഭവങ്ങളൊക്കെ സെറ്റാക്കി എടുത്തതാണ്. ബട്ടർഫ്ലൈയും അതുപോലെ തന്നെ കുറച്ച് ക്യൂട്ട് വേണമെങ്കിൽ എസ്തറ്റിക് എന്നൊക്കെ പറയാൻ പറ്റുന്ന കുറച്ച് പിക്ചേഴ്സൊക്കെ വരച്ച് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം ടൈം എടുത്ത് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ആ ഒരു വർക്കിന് നിങ്ങളോട് വേറെ ഒന്നും ചോദിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് അറ്റ്ലീസ്റ്റ് ലൈക്ക് ചെയ്തെങ്കിലും സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അങ്ങനെ എൻ്റെ കയ്യിലുള്ള ഈ സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഞാൻ ഇങ്ങനെ ഒട്ടിച്ച് സെറ്റാക്കി കൊടുക്കുന്നുണ്ട്. ഈ ലൈന് സിംഗിൾ ലൈന് ഉള്ള കാരണം ചിലപ്പോൾ അധികം അങ്ങോട്ട് അട്രാക്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കില്ല. ലൈൻ ഇല്ലാത്തതാണെങ്കിൽ ഒന്നും കൂടി നമ്മളെ വർക്ക് ഒന്ന് എടുത്ത് കാണിച്ചു തന്നു, കുഴപ്പമില്ല. പിന്നെ ഞാൻ ഒട്ടിച്ചിട്ടുള്ള ആ 3 സംഭവത്തിൽ ഞാൻ ആ 2024 ജേർണൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു പ്ലാനറും ബുള്ളറ്റ് ജേർണൽ അതുപോലെ തന്നെ ഡയറി, ഇത് 3 കൂടിയിട്ടാണ്. അപ്പോൾ അത് ഫ്രണ്ടിൽ തന്നെ ഒട്ടിച്ച് വെച്ചു. പിന്നെ നെക്സ്റ്റ് പേജിൽ കലണ്ടറിന് ഒരു ഹെഡിങ് കൊടുത്തിട്ട് എന്താ വരക്കണമെന്നൊന്നും അറിയണില്ല, ഞാൻ എൻ്റെ മനസ്സിൽ തോന്നിയ സാധനങ്ങളൊക്കെ വരച്ച് പിന്നെ ഓൾറെഡി ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ആ സ്റ്റിക്കേഴ്സ് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിന് തന്നെ വേറെ സെപ്പറേറ്റ് ഒരു വീഡിയോ ഉണ്ട്, ഞാൻ എടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് എങ്ങനെയാണ്, പെട്ടെന്ന് സപ്പോർട്ട് ചെയ്യണമെങ്കിൽ ഞാൻ പെട്ടെന്ന് തന്നെ ആ വീഡിയോ അപ്ലോഡ് ചെയ്യാം. പിന്നെ ഞാൻ ഫോണിൽ നോക്കിയിട്ട് 2024 ആ ഒരു കലണ്ടർ ഫുള്ളൊന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. അപ്പോൾ കാണുമ്പോൾ തന്നെ നല്ല ഒരു ഇമ്പ്രഷനായിട്ട് തോന്നി. അല്ല, എനിക്ക് തന്നെ അത് എടുത്ത് നോക്കുമ്പോൾ കലണ്ടറൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സൊക്കെ മാർക്ക് ചെയ്യുന്നത് നല്ലതല്ലേ. അപ്പോൾ അതുകൊണ്ടാണ്. ഇതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ജസ്റ്റ് ഒരു പ്ലാനറോ അല്ലെങ്കിൽ ജേർണലോ മാത്രമല്ല, 3 കൂടി അറ്റാച്ച് ചെയ്തുകൊണ്ട് 3ലുള്ള കാര്യങ്ങൾ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുന്നുണ്ട്. പിന്നെ ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു പേജ് കൊടുക്കുന്നുണ്ട്. അതിലിതുപോലെ നല്ല ക്യൂട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ആ ഫ്രണ്ട് പേജ് ഞാൻ നിർത്തിയിട്ട് തൽക്കാലം സ്റ്റോപ്പ് ചെയ്തിട്ട് ബാക്കിൽ നിന്ന് തുടങ്ങുകയാണ്. ബാക്കിൽ നിന്ന് ലാസ്റ്റ് നിന്നാണ് തുടങ്ങുന്നത്. അതായത് വാട്ട് യു മിസ്ഡ്. ഞാൻ ഈ വർഷം പ്ലാൻ ചെയ്തിട്ട് എനിക്കത് കിട്ടാതെ പോയത് ചിലപ്പോൾ ഹാർഡ് വർക്ക് ചെയ്യാതായിരിക്കാം, അല്ലെങ്കിൽ ചെയ്തിട്ടും ജസ്റ്റ് മിസ്സിന് പോയതൊക്കെ ആയിരിക്കാം. അപ്പോൾ അങ്ങനെ ഞാൻ ജസ്റ്റ് ഒരു 2 പേജ് അതിന് വേണ്ടി കൊടുക്കുന്നുള്ളൂ. കാരണം മാക്സിമം നമ്മൾ എന്തെങ്കിലും ഈ വർഷം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യണം എന്നാണ്. അപ്പോൾ അതിന് വേണ്ടി തന്നെ വേറൊരു പേജും ഇതുപോലെ തന്നെ ഒന്ന് ലെഫ്റ്റിലോട്ട് മറിച്ചിട്ട് വേറെ ഒരു പേജ് യു അച്ചീവ്ഡ് എന്നിട്ട് നമുക്ക് എന്തെങ്കിലും സ്വപ്നങ്ങളോ ആഗ്രഹങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് അച്ചീവ് ചെയ്തു അന്ന് ആ കാര്യങ്ങൾ എഴുതാൻ വേണ്ടിയിട്ടുള്ള വേറൊരു ഭാഗം ഞാൻ സെറ്റാക്കിയിട്ടുണ്ട്. അതിൽ പക്ഷെ ഞാൻ ഒരു 4 പേജോളം വെച്ചിട്ടുണ്ട്. കാരണം മാക്സിമം നമ്മൾ അതിന് വേണ്ടിയിട്ട് എന്താ പറയുക, ഹാർഡ് വർക്ക് ചെയ്യുക, അതാണ് ആഗ്രഹം. അതുപോലെ തന്നെ ചെയ്യണം. അപ്പോൾ നമുക്ക് ഇതൊക്കെ നമ്മൾ സെറ്റാക്കിയിട്ട് നമുക്ക് അതിലൊക്കെ എഴുതി വെക്കാമല്ലോ.
അത് കാണുമ്പോൾ നമുക്ക് തന്നെ വർഷത്തിൻ്റെ അവസാനം ഒരു ഞാനൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്തില്ലേ എന്ന് തോന്നുമല്ലോ. പിന്നെ അതുപോലെ തന്നെ മെമ്മറീസിന് വേണ്ടിയിട്ട് ഞാൻ വെച്ചിട്ടുള്ളത് എല്ലാ മാസത്തിലെ പിക്ക്, അത് ജസ്റ്റ് നമുക്ക് പ്രിൻ്റ് എടുത്തിട്ട് ഓരോ മാസത്തിൽ നമ്മൾ എടുത്തിട്ടുള്ള പിക്സിൽ നമുക്ക് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്ന, നമുക്ക് അത്രയ്ക്ക് ഹാപ്പിനെസ് വരുന്ന, അങ്ങനെ നമ്മുടെ ഇമോഷൻസ് കൺവേ ചെയ്യാൻ പറ്റുന്ന പിക്സ്, അങ്ങനെ ഒരു 12 മാസത്തിന് വേണ്ടിയിട്ടുള്ള അങ്ങനെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഓവർവ്യൂ, ഈ ഒരു വർഷത്തിനെ പറ്റിയിട്ട് ഓവറായിട്ട് എന്താ തോന്നുന്നതെന്ന് വെച്ചെങ്കിൽ അങ്ങനെയുള്ള ഒരു സെക്ഷനായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ പ്രത്യേകിച്ച് സെക്ഷൻ എന്നല്ല, എനിക്ക് ഈ വർഷത്തിന് വേണ്ടി എന്താ തോന്നിയത്, പോസിറ്റീവായാലും നെഗറ്റീവായാലും അങ്ങനെ എഴുതാൻ വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ തന്നെ മെയിൻലി റീഡിംഗ് ഒക്കെ സെറ്റാക്കണമല്ലോ. അപ്പോൾ ബുക്സ് ടു റീഡ് എപ്പോഴും ഞാനിങ്ങനെ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കും ബുക്സിൻ്റെ. പിന്നെ നമ്മളത് ഫോട്ടോയിൽ ഇങ്ങനെ പോയിക്കും ഗാലറിയിൽ, പിന്നെ അങ്ങനെ കിടന്ന് അങ്ങനെ നിൽക്കും. അപ്പോൾ ഞാൻ കരുതി ഈ പ്രാവശ്യം നമുക്ക് ഇങ്ങനൊരു ടോപ്പിക് കൂടി കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ അത്യാവശ്യം പേജ് തന്നെ അതിനു വേണ്ടി കൊടുത്തിട്ടുണ്ട്. കാരണം കുറേ ബുക്ക് എൻ്റെ ലിസ്റ്റിൽ കിടക്കുന്നുണ്ട്, ഒക്കെ നമുക്ക് വായിച്ച് സെറ്റാക്കണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതിന് ഞാൻ ക്യൂട്ടായിട്ടുള്ള ഐഡിയാസൊക്കെ എൻ്റെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ കുറച്ച് എന്തിട്ടാ നമ്മുടെ ഐഡിയാസ് വെച്ചിട്ട് ഇതിനും വൃത്തിയായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ആ ബുക്സ് വായിച്ചതിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ള പോയിൻറ്റ്സ് എന്നിട്ട് അതിൻ്റെ തൊട്ടപ്പുറത്തിന് കൊടുത്ത്. പിന്നെ മെയിൻലി നമ്മുടെ യൂട്യൂബിൽ എനിക്ക് എന്തൊക്കെ കണ്ടൻറ്റ് കൊണ്ടുവരാൻ പറ്റും അങ്ങനെയൊക്കെ. പിന്നെ അതുപോലെ തന്നെ ആൾക്കാരുടെ റിവ്യൂസ് എങ്ങനെയായിരുന്നു, പിന്നെ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ടോ, അത് മെയിൻ കാര്യമാണല്ലോ. റിവ്യൂസൊക്കെ വരണമെങ്കിൽ അതിന് വീഡിയോസ് അപ്ലോഡ് ചെയ്യണമല്ലോ. അപ്പോൾ അങ്ങനെയും ഒരു ഭാഗം കൊടുത്തിട്ടുണ്ട്. അതിൽ എല്ലാ മാസവും എഴുതിയിട്ട് ഇന്ന മാസത്തിൽ ഇങ്ങനത്തെ കണ്ടൻറ്റ് കൊടുക്കുക അങ്ങനെ വിചാരിച്ചിട്ട്. നമുക്ക് ഫുള്ളി യൂട്യൂബിൽ തന്നെ ഇരിക്കാൻ പറ്റില്ലല്ലോ, കാരണം പഠിത്തം അതൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ അതൊക്കെ വേണ്ടിയിട്ട് നമുക്ക് പ്ലാനൊക്കെ സെറ്റാക്കാൻ വേണ്ടിയിട്ടാണ് ഈ വർഷം തൊട്ട് നമ്മൾ ജേർണലിങ് തുടങ്ങിയിട്ടുള്ളത്, പ്ലാനർ തുടങ്ങിയിട്ടുള്ളതെന്നും വേണമെങ്കിൽ പറയാം. പിന്നെ അതുപോലെ തന്നെ ടു അച്ചീവ്, എനിക്ക് എന്തൊക്കെ സാധനങ്ങൾ അച്ചീവ് ചെയ്തെടുക്കണം ഈ വർഷം അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടുള്ളതാണ്. അതായത് മെയിനായിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഉണ്ടാവില്ലേ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. കഴിഞ്ഞ വർഷം എനിക്ക് പറ്റിയില്ല ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഞാൻ ഇത്ര കാലം വെയിറ്റ് ചെയ്തിരുന്നത് ഇതിന് വേണ്ടിയിട്ടായിരുന്നു, അങ്ങനെ വിചാരിച്ചിട്ടുള്ള കാര്യങ്ങളും വെച്ചിട്ടുണ്ട്. ഇതിനൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ആ സ്റ്റിക്കേഴ്സാണ് യൂസ് ചെയ്യുന്നത്. അതൊരു വീഡിയോ ആയിട്ട് ഞാൻ കാണിച്ചു തരാം. ഓക്കെ. പിന്നെ ഫ്രണ്ട് പേജിലേക്ക് വീണ്ടും വന്നിട്ടുണ്ട്. അവിടെ ജനുവരിയുടെ ജേർണലിങ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ ജനുവരി മാത്രമേ കാണിക്കുന്നുള്ളൂ, ബാക്കി നമുക്ക് ആ മാസങ്ങളിൽ ചെയ്യാമല്ലോ. അപ്പോൾ നമുക്ക് ഓരോ തീം വെച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതിൽ ഒരു പേജിൽ ജസ്റ്റ് 4 ഡേറ്റ്, അതായത് ഒരു പേജിൽ ഒരു ദിവസം വെച്ചിട്ടില്ല. അപ്പോൾ കുറേ വേസ്റ്റ് ആവും, നമ്മൾ ചിലപ്പോൾ ചെയ്തില്ല മടി പിടിച്ചിട്ടൊക്കെ ആണെങ്കിൽ വെറുതെ വേസ്റ്റായി കളയില്ലേ. അപ്പോൾ പിന്നെ ഒരു പേജിൽ 4 ദിവസം വെച്ചിട്ട്, അങ്ങനെ എത്ര പേജ് ഉണ്ടായിരുന്നു, 4 തോന്നുന്നുണ്ട്, 4-5 പേജ് വെച്ചിട്ട് തീർത്തു. പിന്നെ ലാസ്റ്റ് ഞാൻ അറിയാണ്ട് ഒരു എക്സ്ട്രാ വന്നപ്പോൾ അവിടെ എബൌട്ട് ദിസ് മന്ത് പറഞ്ഞിട്ടുള്ളൊരു സാധനം കൂടി കൊടുത്ത് അങ്ങനെ നമ്മൾ സെറ്റായിട്ടുണ്ട്. പിന്നെ എൻ്റെ ബർത്ത്ഡേറ്റിൻ്റെ അവിടെ ഞാൻ ബർത്ത്ഡേനെ കൊടുത്ത് ജസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുള്ള സംഭവം കൊടുത്തു കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു ജേർണൽ കംപ്ലീറ്റ് കാണാം. ഫ്രണ്ട് പേജിൽ ഞാൻ എൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്, ബാക്കിയുള്ള കാര്യങ്ങളൊന്നും കൊടുത്തില്ല, ജസ്റ്റ് ജേർണലല്ലേ. അങ്ങനെ നമുക്ക് കാണാം എങ്ങനെ ഉണ്ട് ആ ലാസ്റ്റ് ലുക്ക് എന്നുള്ളത്. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത്, അപ്പോൾ ഫ്രണ്ട് പേജ് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് ഒരു പ്രശ്നമായിട്ട് തോന്നിയത് ഈ സിംഗിൾ ലൈൻ ഇല്ലെങ്കിൽ കുറച്ചും കൂടി വൃത്തിയായിരുന്നാണ്. കുഴപ്പമില്ല അല്ലേ. കലണ്ടർ ആയാലും അതെ ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമ്മൾ സ്പീഡിൽ ചെയ്തെടുത്താണ്. ലാസ്റ്റൊക്കെ എത്തിയപ്പോൾ എന്നുവെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ ഒരു 3 ദിവസത്തിനുള്ള വീഡിയോസ് ഞാൻ സെറ്റാക്കിയിട്ടുണ്ട്, അതിലൊന്നാണ് ഇത്. അപ്പോൾ എല്ലാം കൂടി ലാസ്റ്റ് ടയേർഡായിപ്പോയി. ഇത് ഞാൻ എക്സ്ട്രാ കുറച്ച് സംഭവങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ചിലപ്പോൾ ഞാൻ വീഡിയോ സ്റ്റാർട്ടിങ്ങിൽ കാണാത്ത ചില എക്സ്ട്രാ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഫ്രണ്ട് പേജിൽ നമ്മൾ ജനുവരി മാത്രം സെറ്റാക്കിയിട്ടുള്ളൂ, ബാക്കിയുള്ളത് അതാത് മാസങ്ങളിൽ നമുക്ക് അപ്ലോഡ് ചെയ്യാം. ഇനി ബാക്കിലോട്ട് വരുമ്പോഴാണ് അച്ചീവ് ചെയ്യാനുള്ള കാര്യങ്ങളും അങ്ങനെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കാര്യങ്ങളൊക്കെ വരുന്നത്. ഇതിൻ്റെ സ്റ്റിക്കേഴ്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? കാര്യങ്ങൾ എല്ലാവരും അഭിപ്രായം കമൻസിൽ അറിയിക്കും കേട്ടോ. അല്ലെങ്കിൽ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ ഒക്കെ ഒന്ന് കമൻസിൽ അറിയിച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഉപകാരമായിരിക്കും. അപ്പോൾ ഞാൻ കൂടുതൽ വളവള സംസാരിക്കുന്നില്ല, നിങ്ങൾ കണ്ടോക്ക്.
ഇതുപോലെ മിസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് കൺക്ലൂഷനായിട്ടുള്ള ഈ വർഷത്തിനൊരു കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു പേജാണ് ഞാൻ എക്സ്ട്രാ കൊടുത്താണ്, എൻ്റെ പ്ലാനിലൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവസാനത്തെ ബ്ലാങ്ക് ചെയ്തിട്ട് ഞാൻ വെച്ചേക്കുന്നതാണ് ആ പേജ്. അത് വേറെ ഒന്നിനുമല്ല, ഈ വർഷാവസാനം എനിക്ക് തന്നെ എന്നോടൊരു താങ്ക് യു പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫുൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളോട് തന്നെ ഒരു താങ്ക് യു പറയാൻ വേണ്ടിയിട്ട് അങ്ങനെ വെച്ചിട്ടുള്ളതാണ്. പിന്നെ ഞാൻ നിങ്ങൾക്ക് കുറച്ച് ബുക്ക്സ് കാണിച്ചത്, ഇത് എൻ്റെ കയ്യിലുള്ളതാണ്, ഓരോരുത്തർ തന്നിട്ടുള്ള കുഞ്ഞ എന്നുള്ളതാണ് മെയിനായിട്ട് 3 അപ്പോൾ ബുക്കിൻ്റെ ഇത് പ്ലാനറാണ്. പക്ഷേ എൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ 2003, 2004 എന്നാണ് എഴുതിക്കുന്നത്. അതെന്താണാവോ, ഇത് ലാസ്റ്റ് ഇയറൊക്കെ കിട്ടിയതാണ്, ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇതിൽ മെയിനായിട്ട് എനിക്ക് തോന്നുന്നത് ഒന്നും കൂടിയും ജോലിക്കൊക്കെ പോകുന്നവർക്ക് പറ്റിയതാണെന്ന് തോന്നുന്നുണ്ട്. ഭയങ്കര ചെറുതാണ്, യൂസ് ചെയ്യാനൊക്കെ ഈസിയാന്ന് തോന്നുന്നില്ലേ, അങ്ങനെ കൂടുതൽ ഫാൻസി ഐറ്റംസ് ഒന്നുമില്ല. പിന്നെ അടുത്തത് 2 ഇതുപോലത്തെ ചെറിയ ബുക്സാണ്. ഇതും ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് പ്ലാനിങ്ങിന് പറ്റിയത്, അങ്ങനത്തെ എന്തെങ്കിലും കണ്ടൻസ് ഒക്കെ എഴുതാനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഞാൻ ആക്ച്വലി ഇതിൻ്റെ ഒക്കെ ഒരു ബിഗ് സൈസാണ് ഞാൻ ഉദ്ദേശിച്ചത് പ്ലാനറായിട്ട്, പക്ഷേ സിംഗിൾ ലൈൻ ഇല്ലാത്ത വിചാരിച്ചത്. പിന്നെ ഈ എടുക്കുന്നതാണ് എൻ്റെ പേഴ്സണലായിട്ട് ഫേവറേറ്റ് ആയിട്ടുള്ളത്. കാരണം ഇങ്ങനത്തെ ഒരു വള്ളിയൊക്കെ വരുന്നുണ്ടല്ലോ, ഇങ്ങനത്തെ ബുക്ക് ഞാൻ ശരിക്കും കണ്ടു വലുത്, പക്ഷെ അതിലും ഈ ഒരു ലൈൻ വരുന്നതായിരുന്നു പ്രശ്നമായിട്ടുണ്ടായിരുന്നത്. പക്ഷെ നല്ല രസമുണ്ടല്ലേ, അത്യാവശ്യം നല്ല കട്ടിയുള്ള പേപ്പറാണിത്. അപ്പോൾ പിന്നെ നമുക്ക് എന്തെങ്കിലും എഴുതിക്കഴിഞ്ഞാൽ അപ്പുറത്തോട്ട് പടരില്ലല്ലോ. അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ നല്ല യൂസ്ഫുള്ളാണ്. ഇപ്പോൾ നമുക്ക് പ്ലാനർ ഭയങ്കര സ്റ്റിക്കർ ഒട്ടിച്ചിട്ടൊക്കെ വേണം അങ്ങനെയൊന്നും ഇല്ല. ജേർണലിങ് ആയിക്കഴിഞ്ഞാൽ, ജേർണലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ ഉണ്ടാക്കുന്ന ഓരോ അച്ചീവ്മെൻറ്റ്സ് അതിൽ എഴുതിയെടുക്കാനല്ലേ. അപ്പോൾ അതിന് വലിയ ബുക്കും വലിയ സ്റ്റിക്കറും അങ്ങനെ വേണമെന്നൊന്നുമില്ല, ഞാൻ ജസ്റ്റ് കാണിച്ചു എന്നുള്ളൂ കേട്ടോ. പിന്നെ ഇതാണ് ഞാൻ ലാസ്റ്റ് ഇയർ എനിക്ക് ഉമ്മച്ചിയും ഉണ്ണി തന്നിട്ടുള്ള ഗിഫ്റ്റായിരുന്നു ഈ ഡയറി. പക്ഷെ ഞാൻ ഫുള്ളി യൂസ് ചെയ്തിട്ടില്ല. അത് ഡെയിലി ബേസിസിൽ എഴുതുന്ന അങ്ങനത്തെ ഒരു ഡയറി ആയിരുന്നു. പക്ഷെ ഞാനത് ഡെയിലി ഒന്നും എഴുതിയില്ല, എനിക്ക് തോന്നുമ്പോൾ അങ്ങനെ നമുക്ക് എന്തെങ്കിലും നല്ലതായിട്ട് തോന്നില്ല, നല്ല ഇവൻറ്റ്സ് ആയി തോന്നുമ്പോൾ അങ്ങനെയാണ് എഴുതിയിരുന്നത്. അപ്പോൾ നമുക്കത് വേണമെങ്കിൽ ഇപ്രാവശ്യം യൂസ് ചെയ്യാം. ബാക്കി കുറേ പേജസ് ഉണ്ട്. ഇനി കാണിക്കുന്നത് ഇതും ഇതുപോലെ കുഞ്ഞ മുമ്പ് തന്നിട്ടുള്ളതാണ്. ഇത് ഞാൻ ഒരു ഒന്നിൻ്റെയും ഫാൻ അങ്ങനെയൊന്നുമല്ല, ആർമി അങ്ങനെയൊന്നും അല്ല കേട്ടോ. ഇതിൽ BTS എഴുതിയുള്ളൂ. പക്ഷേ ഇവരൊന്നും BTS ആൾക്കാരല്ലാന്ന് എനിക്കറിയാം. ഇവരൊക്കെ ഞാൻ എല്ലാ ചൈനീസ് ഡ്രാമയിലൊക്കെ കണ്ടിട്ടുണ്ട്. അവർക്ക് എന്താ തെറ്റുപറ്റിയാന്നുകൊണ്ട് BTS എന്നൊക്കെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇത് ഇതുപോലെ യൂസ് ചെയ്തിട്ടില്ല, ലോക്കൊക്കെ വരുന്ന ഒരു ഡയറിയാണ്. എനിക്ക് കണ്ടിട്ട് ഒരു ഓട്ടോഗ്രാഫ് ബുക്കായിട്ടൊക്കെ തോന്നി. അപ്പോൾ ഇതും നമുക്ക് ഈ വർഷം യൂസ് ചെയ്യാം. എനിക്കിപ്പോൾ ഓൾറെഡി ബുക്കായല്ലോ, അപ്പോൾ നീയാക്ക് എങ്ങാനും കൊടുക്കാമെന്ന് വെച്ചാൽ ആളുടെ ബുക്ക് തന്നെയാണ്. അപ്പോൾ എന്തായാലും അവളോട് ഈ വർഷം യൂസ് ചെയ്തോന്ന് പറയാൻ വേണ്ടി വിചാരിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കയ്യിലുള്ള ബുക്സ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ഇങ്ങനത്തെ ടോപ്പിക്കൊക്കെ ഇഷ്ടമുള്ള ഫ്രണ്ട്സ് ഉണ്ടാവുമല്ലോ, അവർക്കൊക്കെ ഷെയർ ചെയ്യുക. പിന്നെ ലൈക്ക് ചെയ്യാൻ ആരും മടിക്കണ്ട കേട്ടോ, കാരണം ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർക്ക് വീഡിയോ എത്താൻ വേണ്ടിയിട്ട് പറഞ്ഞാണേ. ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ.